ദേഹബുദ്ധ്യാതു ദാസോഹം. രാമൻ ചോദിച്ചു, നീ ആരാണെന്ന്? അഞ്ജനയോടാ ചോദിച്ചു. മുക്തിയത്തിലാണെന്ന് തോന്നുന്നു. അഞ്ജനയൻ പറഞ്ഞു, ദേഹബുദ്ധിയിൽ ഞാൻ അങ്ങയുടെ ദാസനായ ആഞ്ജനേയനാണ്. ജീവബുദ്ധിയിൽ രാമ ആത്മാരാമനായ നിന്റെ അംശമാണ് ജീവനായ ഞാൻ. നീ ആരാണെന്ന് എന്നോട് ചോദിച്ചത് ആത്മബുദ്ധിയിലാണെങ്കിൽ നീ തന്നെയാണ് ഞാൻ. എന്റെ ചോദ്യം ഏത് വിധത്തിലാണെന്ന് തീരുമാനിച്ചിട്ട് ഉത്തരം തീരുമാനിച്ചാൽ ബുദ്ധി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റരുത്. ദേഹബുദ്ധിയിൽ നിന്റെ ദാസനാണ് ഞാൻ, ജീവബുദ്ധിയിൽ നിന്റെ അംശമാണ് ഞാൻ. ആത്മബുദ്ധിയിലാണ് ചോദ്യമെങ്കിൽ നീ തന്നെ ഞാൻ. ഇങ്ങനെ പഠിപ്പിക്കുന്നൊരു പഠിപ്പ്, ഇങ്ങനെ പഠിപ്പിക്കുന്നൊരു പഠിപ്പാണ് പഠിപ്പ്. അങ്ങനെയാണെങ്കിൽ മായയും മായാവിയും മായാവിനോദനും മായയെ നീക്കുന്ന ആര്യനുമെല്ലാം നീ തന്നെയാണ് ദൈവമേ. അങ്ങനെയാണെങ്കിൽ നീ തന്നെ സത്യം, നീ തന്നെ ജ്ഞാനം, നീ തന്നെ ആനന്ദം. ഉഭയപക്ഷങ്ങൾ എടുക്കാം. ആദ്യത്തെ പക്ഷത്ത് മായാപക്ഷം എടുത്തു. മായാപക്ഷത്തിലും ഇതാണ്, ജ്ഞാനത്തിന്റെ പക്ഷത്തിലും ഇത് തന്നെയാണ്. അടുത്ത ശ്ലോകം, നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല, ഓതും മൊഴിയും ഓർക്കിൽ നീ. നീ സത്യം, നീ ജ്ഞാനം, നീ ആനന്ദം. സച്ചിദാനന്ദ ഘനമായത് നീ തന്നെ. നീ സത്താണ്, നീ ചിത്താണ്, നീ ആനന്ദമാണ്. അസ്ഥി ഭാതി പ്രിയ രൂപമായി കാണുന്നതെല്ലാം നീ തന്നെ. സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ അതെല്ലാം വന്നു. സത്തിൽ നിന്ന് അസ്ഥി, ചിത്തിൽ നിന്ന് ഭാതി, ആനന്ദത്തിൽ നിന്ന് പ്രിയം. പ്രിയമെന്ന് പറയുന്നതെല്ലാം അപ്രിയവും. അപ്രിയമൊന്നില്ല. There is nothing as negative. ഇടിയിട്ടില്ല. ലോകത്ത് അപ്രിയം എന്ന് പറഞ്ഞൊന്നില്ല, പ്രിയമേ ഉള്ളൂ. ഭാര്യയ്ക്ക് ഭർത്താവിനോട് പ്രിയമേ ഉള്ളൂ, അപ്രിയമില്ല. പ്രിയത്തിന്റെ ആധിക്യത്തിൽ എന്റെ സങ്കല്പം പോലെ ആകാത്തതിൽ ആ പ്രിയം കൂടുന്നൊരവസ്ഥയാണ് അപ്രിയം. അല്ല, പരിചയമൊന്നും ഇല്ലാത്ത ആളുകളോട് പ്രിയമില്ല, പ്രിയമില്ല. പരിചയം വന്നു കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ നോക്കണം, ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ രൂപമാകണം. പരിചയം വന്നു കഴിഞ്ഞാൽ ഭർത്താവിനോട് മാത്രമല്ല, ഭാര്യയോട് മാത്രമല്ല, മക്കളോടും അച്ഛനോടും അമ്മയോടും ഇവരോട് മാത്രമൊന്നുമല്ല, നിങ്ങൾ ചെല്ലുന്ന സ്ഥാപനത്തിലെ മഠാധിപതിയോടും സന്യാസിയോടും പരിചയപ്പെട്ടാൽ ഇതാവും. നിങ്ങൾ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട ആ ഡോക്ടറോടും പരിചയത്തിന് നിന്നോ പ്രിയം ഉണ്ടാവും. സഞ്ചാൽ കാമഹ സഞ്ചായ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? വ്യക്തിയെ വിട്ട് വിഷയത്തെ ധ്യാനിക്കുന്നത് കൊണ്ട്. എവിടെ ആരെ കണ്ടു കഴിഞ്ഞാലും കാഴ്ച കഴിഞ്ഞാൽ നിങ്ങളെ ഒപ്പീനിയൻ എടുക്കും. നിങ്ങൾ അവിടെ ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് അകത്തോട്ട് വെക്കും. നമ്മൾ കാണുന്നൊരു സ്ഥൂല രൂപമല്ല എടുത്ത് വെക്കുന്നത്. നിങ്ങളിലെ കലാകാരൻ വർണ്ണങ്ങൾ ചാലിച്ചു വരച്ച, നിങ്ങളുടെ പൂർവവാസനകൾ ചേർത്ത് കുഴച്ചുണ്ടാക്കിയ ഈശ്വര സൃഷ്ടിയിലെ രാമനെ, കൃഷ്ണനെ, ഗോപാലനെ നിങ്ങളുടെ വർണ്ണങ്ങളും ചാലിച്ച് ചേർത്ത് ജീവസൃഷ്ടിയാക്കി അകത്തോട്ട് കയറ്റും. അതിനാ ഭർത്താവെന്നും ഭാര്യയെന്നും മക്കളെന്നുമൊക്കെ പുരുഷാപരാധ രൂപത്തിൽ പറയുന്ന എൻ്റെ ഗുരുവെന്നും എൻ്റെ ശിഷ്യനെന്നും ഒക്കെ പറയുന്നത്. അതിന് പുറത്താണ് ഗുരുവും ശിഷ്യനും ഒക്കെ. ഈ ജീവസൃഷ്ടിക്ക് ചേരാതെ വരുമ്പോൾ ഗുരു ശിഷ്യനെ തള്ളും, ശിഷ്യൻ ഗുരുവിനെയും. അപ്പൊ പിന്നെ എന്തിനീ ഗുരുവും ശിഷ്യനും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ പോരാടുന്നു? ഇവിടെയാണ് ശങ്കരൻ പറഞ്ഞത് സൈദ്ധാന്തികതയ്ക്ക് ഗുരുർനൈവ ശിഷ്യ. ബന്ധങ്ങളും പാരസ്പര്യങ്ങളും പോലും സുചാരുവാകണമെങ്കിൽ നവമായിരിക്കണം. ഓരോ തവണ കാണുമ്പോഴും ആദ്യത്തെ കാഴ്ചയാകും. ഭാര്യയെ ഇന്ന് കണ്ടപ്പോഴും ഇന്നലെ കണ്ടപ്പോഴും നാളെ കാണാൻ പോകുമ്പോഴും ഒക്കെ പുതുതായി കാണുകയാണ്. അപ്പൊ ജീവിതം നല്ല സുഖമായിട്ട് പോകും. അപ്പൊ ഭാര്യ ആവുകയില്ല, അതിന് മുമ്പുള്ളൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയുള്ളൂ. മനസ്സിലായില്ല? വധൂവരെന്നോ കാമുകി കാമുകെന്നോ ഒക്കെ പറയുന്നൊരവസ്ഥ നിൽക്കുകയുള്ളൂ. ആ കാമുകി കാമുക ഭാവം വിടാത്തിടത്തോളം പ്രേമത്തിനും പ്രിയത്തിനും കുറവില്ല. ഭാര്യ എന്ന അവകാശത്തിലും അധികാരത്തിലും ഭർത്താവ് എന്ന അവകാശത്തിലും അധികാരത്തിലും എത്തിപ്പോയി എങ്കിൽ കുടുംബബന്ധം തീർന്നു. പിന്നെ രക്ഷയില്ല, പിന്നെ പോക്കാം. പിന്നെ നാട്ടുകാർക്കൊക്കെ നാറ്റം വരാമെന്നല്ലാതെ, അതിൽ ചിന്തകർക്ക് കുറെ ഗുണങ്ങൾ കേൾപ്പിക്കാമെന്നല്ലാതെ, പിള്ളേരുടെ ജീവിതം കളയാമെന്നല്ലാതെ യാതൊരു കാര്യം. മനസ്സിലായില്ല? പുതുതാണെ മര്യാദ പാലിക്കും. ഇനിയും പരിചയപ്പെടാൻ കിടക്കുന്നല്ലോ. പരിചയപ്പെട്ടു കഴിഞ്ഞാൽ അവകാശങ്ങളോ അധികാരങ്ങളോ ആയി. ഇത് പഠിച്ചു കഴിഞ്ഞാലോ പിന്നെ ഇതിന് പ്രസക്തിയില്ല. നല്ലതായിരുന്നേ കാര്യമൊന്നും മിണ്ടുന്നില്ല. ശിവരാമനോട് ചോദിച്ചാൽ കാര്യമൊന്നും മിണ്ടുന്നില്ല. കേട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? കേട്ടിട്ടും കേൾക്കാത്തതുപോലെ ഇരിക്കുകയാണ്. ഏതാ? അപ്പോ മായാപക്ഷം വിട്ട് ആനന്ദപക്ഷത്തേക്ക് വരുമ്പോൾ അസ്ഥിഭാതി പ്രിയരൂപമായ സച്ചിദാനന്ദ അവസ്ഥ. അതിനാ പറയുന്നത് ഭഗവാനെ നീ തന്നെ സത്യം, നീ തന്നെ ജ്ഞാനം, നീ തന്നെ ആനന്ദം, നീയാണ് വർത്തമാനം. ദൃക് അത് വർത്തമാനമാണ്. ഭൂതവും ഭാവിയുമായി പിരിയുന്ന ദൃശ്യങ്ങളും നീ തന്നെയാണ്. ദൃക്കിലേ ഉള്ളൂ. അല്ല, അത്രയും മാത്രം ഓർത്താലും മതി. വർത്തമാനം അല്ലാതെ ഭൂതവും ഭാവിയില്ല. ഈ
ഭാരതീയന്റെ പദം നല്ല പദമാണ്. വർത്തമാനം, മാനത്തിൽ വർത്തിക്കുക എന്നർത്ഥം, അളക്കുക എന്നർത്ഥം. എന്തിനെ അളക്കുന്നു? ദൃശ്യങ്ങളെ ദൃക്കിൽ നിന്ന് അളക്കുന്നത് കൊണ്ട് വർത്തമാനം. ദൃശ്യങ്ങളെ എങ്ങനെ അളക്കുന്നു? ഭൂതഭാവികളായി അളക്കുന്നു. ഭൂതഭാവികളെ അളക്കാതിരുന്നാലോ അന്യത്രികാലാതീതം ഓങ്കാരയേവ എന്ന് കിട്ടും. ഭൂതഭവ്യ ഭവിഷ്യത്തുകൾക്ക് അതീതമായ ത്രികാലാതീതമായ ബോധം ഓങ്കാരമാണ്. സ്വാഭാവികതയിലത് ഭൂതം ഭവിഷ്യത്, ഭൂതം ഭവത് ഭവിഷ്യത് ഇത് സർവം ഓങ്കാരേവ എന്നാവും. ആ വർത്തമാനം ഭൂതത്തെ അളക്കും, സ്വയം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട്. ഇന്ന് കഞ്ഞി കുടിക്കാനിരിക്കുകയാണ്, നല്ല കഞ്ഞി വിളമ്പി കൊടുക്കുകയും, നല്ല സ്വാദിഷ്ടമായ കഞ്ഞി, നല്ല ഉപദംശങ്ങളും. ആദ്യത്തെ പ്ലാവിലെ കുടിച്ചു, ഭൂതകാലത്തിന്റെ ഓർമ്മ പ്ലാവിലയിൽ നിന്ന് കടന്നു വന്നു. പ്ലാവിലെ എടുത്തതും കഞ്ഞി ആദ്യത്തത് ഒഴിച്ചതും ഒരു ഭൂതകാലം വന്നു. പണ്ട് നീ എന്നോട് പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. കഞ്ഞിയിലേക്ക് ആവാഹിച്ചു കൊണ്ടുവന്ന ഭൂതകാലം ഇനി വർത്തമാനത്തിലെ കഞ്ഞിയൂടിയില്ല. പാത്രങ്ങൾ പറക്കുന്നു, കഞ്ഞിയൊക്കെ തെറിക്കുന്നു. ഇനി ബാക്കി ഞാൻ പറയണ്ട. വർത്തമാനത്തിലെ ചാരുത മുഴുവൻ ഒരു ഭൂതകാലം കളയുന്നു. എപ്പോഴെല്ലാം നിങ്ങളിൽ ഈ ഭൂതകാലം ഒരു പേപ്പിശാചിനെ പോലെ അലയുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾ ദുഃഖിതരാണ്. അത് കളഞ്ഞാലോ സുഖവുമായി. അത് കളയാനോ നിങ്ങൾ ഈ ഓട്ടമൊന്നും ഓടണ്ട, അകത്തുനിന്ന് കളഞ്ഞാൽ മതി. നല്ല സന്ദർഭങ്ങൾ എത്രയാണ് ഇതിനോടകം കളഞ്ഞിട്ടുള്ളതെന്ന് ആലോചിച്ചു. അതിമനോഹരങ്ങളായ ആയിരം സന്ദർഭങ്ങളെ വാക്കും മനസ്സും ആവാഹിച്ചു പൂർവകാലത്തിന്റെ പേപ്പിശാചിക്കൽ കലയാൻ വിട്ടുകൊടുക്കുമ്പോൾ മാനവ ജീവിതത്തിന്റെ കർക്കശ്യം ചവച്ചു തുപ്പിയ ചണ്ടികളായി നാം മാറുമ്പോൾ ഭൂതഭവ്യ ഭവിഷ്യത്തുകളെല്ലാം ഏകമായൊരു വർത്തമാനത്തിന്റെ, ഭൂതം പറഞ്ഞുകൊണ്ടാ ഭാവി പറയാത്തത്, ഭാവിയുടെ ഉത്കണ്ഠകൾ അത്രയും വർത്തമാനത്തിലാണ്. അമേരിക്കൻ വൈറ്റ് ഹൗസിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറായി ജോലി ചെയ്ത് മാസം 3 ലക്ഷം ഇന്ത്യൻ റുപ്പീസ് പെൻഷൻ വാങ്ങുന്ന ഒരു മഹാമനുഷ്യൻ ഇനിയും വാർദ്ധക്യകാലം അവിടെ കഴിയേണ്ടെന്ന് വെച്ച് കേരളത്തിലേക്ക് വരികയാണ്. അയാൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ തന്റെ ജീവിതകാലം ഇനി എങ്ങനെയൊക്കെയാണ് ഭാവിയിൽ ചെലവഴിക്കേണ്ടതെന്നുള്ള പ്ലാനും പദ്ധതിയും ഒക്കെ തയ്യാറാക്കി കേരളക്കരയിലെത്തി സുഹൃത്തുക്കളോട് ആദ്യം അന്വേഷിക്കുക, എവിടെയാണ് രോഗം വന്നാൽ നല്ല ചികിത്സ കിട്ടുക, അതിനടുത്ത് സ്ഥലം വാങ്ങിക്കുക. അയാളുടെ തലച്ചോറിൽ എന്താണ് കിടക്കുന്നത്? രോഗമാണ്, അതിന്റെ ഉത്കണ്ഠയാണ്. ആശുപത്രിക്ക് അടുത്ത് വീടുള്ളതുകൊണ്ട് രോഗം മാറുമോ? നിങ്ങൾ ചിന്ത. ഈ ലോകത്തില് ഭാവി എവിടെയാണ് കളിക്കുന്നത്? ഭൂതം എന്ന പോലെ തന്നെ ഭാവിയുടെ ഉത്കണ്ഠകൾ വർത്തമാനത്തിൽ കളിക്കുമ്പോൾ ആ ഉത്കണ്ഠാകുലമായ ഭാവി വർത്തമാനത്തിൽ അളന്ന് രൂപപ്പെടുത്തി നാം കൊണ്ടിരുന്നതാണോ? ചോദ്യം മനസ്സിലായില്ല. നിരന്തരമായ ഉത്കണ്ഠയിലൂടെ മനസ്സിനെ പരിചയിപ്പിച്ച് നാമും കൂടെ നിൽക്കുന്നവരും ചേർന്ന് ആ അവസ്ഥയെ നാം ഉണ്ടാക്കിയെടുക്കുന്നതാണോ, അല്ല പുറത്തുനിന്ന് വരുന്നതാണോ? അങ്ങനെയാണെങ്കിൽ ഭൂതവും ഭാവിയും ഈ വർത്തമാനത്തിൽ അളവുകോലിൽ നാം അളന്നുണ്ടാക്കിയതാണെങ്കിൽ വർത്തമാനമെന്നൊന്നല്ലാതെ ഏതെങ്കിലും ഭൂതമോ ഭാവിയോ ഉണ്ടോ? ഇത് പോലും നല്ല ആലോചിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിത്യമായ വർത്തമാനത്തിൽ മാത്രം ജീവിക്കുന്നതായാൽ ആനന്ദമാകുമോ? ഓ ദൈവമേ, നീയാണ് സത്യം, നീയാണ് ജ്ഞാനം, നീയാണ് ആനന്ദം, നീ തന്നെ വർത്തമാനം, ഭൂതവും ഭാവിയും നീ തന്നെ. ചിന്തിച്ചാൽ നീ മാത്രമാണ് ഭൂതവും ഭാവിയും. പറയുന്ന വാക്കുകൾ ഓർത്താൽ അതും നീ തന്നെ. ഓതും മൊഴിയും ഓർക്കിൽ നീ. അവിടെ പറയുന്ന വാക്ക് എന്നുള്ളതിനപ്പുറം ഓതും മൊഴിയാണ്. ഗുരുക്കന്മാരുടെ വാക്കുകൾ, ആപ്തന്മാരുടെ വാക്കുകൾ, വേദങ്ങൾ, അത് നീ തന്നെയാണ്, ദൈവം തന്നെയാണ്. അല്ലാതെ നമ്മളൊക്കെ ഓടുന്ന മൊഴി ദൈവമാവില്ല. ഓതും മൊഴിയും ഓർക്കിൽ നീ, വാക്കും നീ തന്നെയാണ്. നമ്മൾ പറയുന്ന വാക്ക് വാക്കായിരിക്കുന്നത് അതിലെ അക്ഷരം കൊണ്ടായതുകൊണ്ട് അതും നീ തന്നെയാണ്. അക്ഷരമില്ലാതെ അക്ഷരമില്ല, അതും നീ തന്നെ. വേറിട്ടില്ലാന്ന് സാരം. ഓതും മൊഴിയും ഓർക്കിൽ നീ, അങ്ങനെയുള്ള നിന്നെ അകവും പുറവും തിങ്ങും മഹിമാവർണ്ണ നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക. അകവും പുറവും തിങ്ങും മഹിമാവർണ്ണ നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക. ഏ ജഗദീശ്വര, അവിടുന്ന് വിജയിച്ചരുളിയാലും അകവും പുറവും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന അന്തഃപ്രജ്ഞം ബഹിഷ്പ
പുറത്തേക്ക് നോക്കിയാൽ കാണുന്നതൊക്കെ നീ തന്നെ, അകത്തും നീ തന്നെ. നീ അല്ലാതെ വേറെ എന്താ ഉള്ളത്? നിന്നിൽ നിന്ന് വേറിട്ടുണ്ട് എന്ന ചിന്ത മാത്രമാണ് അജ്ഞാനം. എല്ലാം ഏകമായൊരു സത്യമാണെന്ന് മതം പഠിപ്പിക്കും, എല്ലാം വ്യത്യസ്തമാണെന്ന് മതം തെളിയിക്കും. എല്ലാം ഏകമാണെന്ന് മതം പഠിപ്പിക്കും, എല്ലാം വ്യത്യസ്തമാണെന്ന് മതം തെളിയിച്ചു തരും. മതങ്ങളുടെ ഈ പൊള്ളത്തരമാണ് ആധുനികന്റെ ദുഃഖം തന്നെ. ഏതവനും പരസ്യ വിപണിയിൽ ഏകമാണ് സത്യമെന്ന് പ്രസംഗിക്കും. തന്നെയും തന്റെ മതത്തെയും തന്റെ ദർശനങ്ങളെയും എതിർക്കുന്നവനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തുകയും ചെയ്യും. ജീവിതം കൊണ്ട് മതം തെളിയിക്കുന്നത് സർവവും ഭിന്നമാണെന്നാണ്. ഈ ചിന്മയ തപോവനത്തിൽ നിന്ന് നിങ്ങൾ ഇന്നോളം കേട്ട ക്ലാസ്സിൽ ആദ്യം മുതൽ അവസാനം വന്ന് പഠിപ്പിച്ചവർക്കെല്ലാം ഇത് മാത്രമേ പഠിപ്പിക്കാൻ പറ്റൂ. ഒരാളും വേറിട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. സത്യം ഏകമാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. സത്യം പലതാണെന്ന് പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ജീവിതം വരുമ്പോൾ പഠിപ്പിക്കുന്ന ഞങ്ങളും പഠിക്കുന്ന നിങ്ങളും ഇത് സ്വീകരിക്കുമോ? ഇത് മനസ്സിലായില്ല. ഇത് സ്വീകരിക്കുമോ? ഉത്തരവില്ല. ലോകമെമ്പാടും ഇത് പഠിച്ചിട്ട് പോയാൽ ഭർത്താവും ഭാര്യയുമെങ്കിലും ഏകമാണ്, ഗുരുവും ശിഷ്യനുമെങ്കിലും ഏകമാണ്. കഴിഞ്ഞ ദിവസം മഹാഗുരുവിനെ കാണാൻ പോയി. അദ്ദേഹം ശിഷ്യന്മാരുമെല്ലാം ഹൈന്ദവ സമൂഹത്തെ ഒന്നാക്കാൻ ശ്രമിക്കുകയാണ്. അക്ഷീണ പ്രയത്നമാണ്. 1.5 മണിക്കൂർ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ശിഷ്യന്മാരും ഭക്തന്മാരും അദ്ദേഹത്തെ ചതിക്കുകയും വെട്ടിലാക്കുകയും ചെയ്ത കഥയെല്ലാം പറഞ്ഞ് വെറുതെ വിടുകയില്ലെന്ന് പറയുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഒരു ഹൈന്ദവ സമൂഹത്തെ മൊത്തം യോജിപ്പിക്കുക? നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ശിഷ്യന്മാരുമായി യോജിക്കാനാവില്ല. നിങ്ങളുടെ മനസ്സിന്റെ 2 ഭാവങ്ങൾ തമ്മിൽ യോജിക്കാനാവില്ല. കാരണം ഇവരെ ശിഷ്യനാക്കി നേരത്തെ എടുത്തത് നിങ്ങളാണ്, ഇപ്പൊ അല്ല എന്നുള്ളതിലെത്തിയത് നിങ്ങളാണ്. കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹവുമായി ശിഷ്യൻ സംസാരിച്ചു. ശിഷ്യൻ വളരെ വയലന്റാണ്, വളരെയേറെ കഴിവുകളുണ്ടെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പറ്റിപ്പാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇത് മുഴുവൻ കേട്ടു ഞാൻ മറ്റേ ആൾ ചോദിച്ചു, അതിന് 10-12 കൊല്ലം എടുത്തു, അത്രയും ബുദ്ധി കുറവായിരുന്നു അല്ലേ? ആദ്യം മനസ്സിലായില്ലേ? കൈക്ക് ദേഷ്യം വരാൻ തുടങ്ങി. നല്ലപോലെ ചൂടാക്കി കൊടുത്തുകൊണ്ട് മറ്റേ ആൾ ചോദിച്ചു, നിങ്ങളിപ്പോ പുതിയ എന്തോ ഉണ്ടാക്കിയല്ലോ വീണ്ടും ആളുകളെ യോജിപ്പിക്കാൻ, അതിനിപ്പോ നിങ്ങൾ തമ്മിലൊന്ന് യോജിച്ചിട്ട് പോരെ ആളുകളെ യോജിപ്പിക്കുന്നത്? ചോദ്യം മനസ്സിലായില്ല. ആധുനിക കാലത്തെ മതത്തിന്റെ ഈ പൊള്ളത്തരം നാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിച്ചു നോക്കിയ അത് അരങ്ങേറിയ രംഗവേദികൾ ഉൾപ്പെടെ ചേർത്ത് പഠിക്കാൻ മതി. നീയും ഞാനുമെല്ലാം ഏകമാണെന്നും അകവും പുറവും തിങ്ങുന്ന മഹിമാവർണ്ണ നിൻപദമാണ് ഞങ്ങൾ പുകഴ്ത്തുന്നതെന്നും അതുകൊണ്ട് ഭഗവാനെ നീ ജയിക്കുക എന്നും പുറത്തു കാണുന്നതും അകത്ത് കാണുന്നതും ഒന്ന് തന്നെയാണെന്നും ദൃശ്യം ദൃക്കേവ രണ്ടില്ലെന്ന് എല്ലാ ദൃശ്യവും പരിചോടെ ചിന്തിച്ചാൽ ദൃക്കിൽ അമർന്ന് അത് മാത്രമാകുമെന്ന് കണ്ട് ഭഗവാനെ അങ്ങയെ പുകഴ്ത്തുന്നു. അവിടുന്ന് ജയിക്കുക. സ്തുതിയാണല്ലോ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അങ്ങോട്ട് മുഴുവൻ സ്തുതിയാണ്. ഉൽപ്പത്തി, ആഗതി, ഗതി. ഉൽപ്പത്തി നിധനം ചെയ്യാം, ഭൂതാനാമാഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സവാച്യോ ഭഗവാനിധി എന്ന ഭഗവത് ശബ്ദത്തിന്റെ ഏതാണ്ടൊരു രൂപം. ഐശ്വര്യസ്യ സമഗ്രസ്യ എന്ന് തുടങ്ങി 6 ഐശ്വര്യങ്ങളും തികഞ്ഞതെന്തോ അത് ഭഗവാൻ എന്ന് ഭാഗവതം. ഭവം നിഹത്യ യോഗം ദദാതീതി ഭഗഃ, ഭഗം സ്വാധീനമുള്ളവൻ ഭഗവാൻ എന്ന് നിരുത്തം. ഏതും നിങ്ങൾക്ക് എടുക്കാം. ഭഗവാനെ ഏറ്റവും വേദാന്തവുമായി ചേർന്ന് നിൽക്കുന്നത് ഭവം നിഹത്യ യോഗം ദദാതീതി ഭഗഃ, ഭഗം സ്വാധീനമുള്ളവൻ ഭഗവാൻ. മറ്റതൊക്കെ ശരിയാണ്. ഷാഡ്ഗുണ്യ പരിപൂർണരായിട്ടുള്ളവരൊക്കെ ഭഗവാന്മാരാണ്. കാരണം ഭഗവാന്റെ വിഭൂതി അവിടെയുണ്ട്. അതുകൊണ്ട് ആയുർവൈകൃതമെന്ന പ്രമാണത്തിൽ അവരെ ബഹുമാനിച്ചോളൂ, നല്ലതാണ്. കുറെ കഴിയുമ്പോൾ ബഹുമാനിച്ച് 7 ജന്മം കൊണ്ട് അവരെ പോലെ ആകാം. എതിർത്തോളൂ, വളരെ നല്ലതാണ്, 3 ജന്മം കൊണ്ട് അവരെ പോലെ ആകാം. 2 ആയാലും അവരെ പോലെ ആകും. യോഗം ഏത് വേണമെന്ന് തീരുമാനിച്ചാൽ സംരംഭയോഗം കൊണ്ട് വേണോ സമ്യക് യോഗം കൊണ്ട് വേണോ എന്നുള്ളത് തീരുമാനിക്കുന്നവന്റെ ഇച്ഛയാണ്. എതിർത്താൽ പെട്ടെന്ന് അവനെ പോലെ ആകാം, അനുകൂലിച്ചാൽ പതുക്കെ അവനെ പോലെ ആകാം. മനസ്സിലായില്ല? അതുകൊണ്ട് ഉന്നതന്മാർ തങ്ങളെ എതിർക്കുന്നവനെയും അനുകൂലിക്കുന്നവനെയും ഒരുപോലെ കാണുന്നു. എതിർക്കുമ്പോൾ ആലോചിക്കുന്നു, നീ പെട്ടെന്ന് വരേണ്ടവനാണല്ലോ, ഇരിക്കൂ, വല്ലതുമൊക്കെ കഴിക്കൂ, നിനക്ക് എന്നിലേക്കുള്ള ദൂരം മറ്റവനേക്കാൾ കുറച്ചുകൂടെ അടുത്തതാണ്. അനുകൂലിക്കുന്നവനെ കാണുമ്പോഴും പറയുന്നു, നീയും ഒരിക്കലും ഈ വഴിക്ക് വരാനുള്ളവനാണ്, ഇരിക്ക്, വല്ലതൊക്കെ കഴിക്ക്. മനസ്സിലായില്ല? വിവരമില്ലാത്തവർ എന്നെ അവൻ എതിർത്തു എന്ന് പറഞ്ഞ് ബഹളം വെച്ച് നടക്കുന്നു. വിവരമില്ലാത്തവർ എന്നെ അവൻ അനുകൂലിച്ചതാണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റും കാണിച്ച് നടക്കും. അനുകൂലവും പ്രതികൂലവും എല്ലാം ഒന്ന് തന്നെ, പ്രിയവും അപ്രിയവും എന്ന പോലെ. മനസ്സിലായില്ല? അതുകൊണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആ അർത്ഥം
ഷാഡ്ഗുണ്യ പരിപൂർണൻ എന്ന അർത്ഥം വേദത്തിന് പ്രാന്ന് തോന്നുന്നു. ഭൂതങ്ങളുടെ ആഗതിയും ഗതിയും എല്ലാം, വിദ്യയും അവിദ്യയും എല്ലാം ഏതൊന്നിലോ അത് അറിയുന്നവൻ ഭഗവാൻ. അതും അദ്ദേഹത്തിന്റെ അറിഞ്ഞ അവസ്ഥയേ ആകുന്നുള്ളൂ, നമ്മളോട് ബന്ധപ്പെടുന്നില്ലല്ലോ. നമുക്ക് ഏറ്റവും സുതാര്യമായി തോന്നുന്നത് ഭവം നിഹത്യ യോഗം, ഈ സംസാര സാഗരത്തെ തരണം ചെയ്യാനുള്ള യോഗം. അങ്ങനെയാണല്ലോ നമ്മൾ കപ്പിത്താനായിട്ട് അദ്ദേഹത്തെ കണ്ടത്. അത് ഭഗവാൻ എന്നതിന്റെ വേറൊരു രൂപമാണല്ലോ. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ എന്നതിന് ആ അർത്ഥം ഇടുക. ഭഗവാൻ, എന്നെ ഈ സംസാര കയത്തിൽ നിന്ന് കരകയറ്റുന്നവനെ. ആധുനിക ദൃഷ്ടിയിൽ എനിക്ക് പുത്രനെ തന്നു, എനിക്ക് വീടുണ്ടാക്കി തന്നു, ഞാൻ അദ്ദേഹത്തെ സ്മരിച്ചേ ഉള്ളൂ, പ്രമോഷൻ കിട്ടി, ഇങ്ങനെയൊക്കെ അരവിന്ദാക്ഷമേനോൻ പ്രായത്തിൽ കണ്ടെത്തുന്ന ഭഗവത് ഭാവങ്ങളുണ്ട്. അരവിന്ദാക്ഷമേനോൻ ന്യായം എന്ന ന്യായം കേട്ടിട്ടുണ്ടാവില്ല. ന്യായശാസ്ത്രത്തിൽ പലതും കേട്ടിട്ടുണ്ടാവും. അരവിന്ദാക്ഷമേനോൻ ന്യായം നിങ്ങൾ കേട്ടിട്ടില്ല? കേട്ടിട്ടില്ല. ഇപ്പോഴത്തെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ ന്യായം അരവിന്ദാക്ഷമേനോൻ ന്യായമാണ്. ഞാനൊരു ഇലക്ട്രിസിറ്റി ബോർഡ് എഞ്ചിനീയർ ആയിരുന്നു, ഒരു ജീവനക്കാരനായിരുന്നു, ഞാൻ തൊഴിലാളി നേതാവായിരുന്നു, ഞാൻ കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ഞാൻ ആകെ ബുദ്ധിമുട്ടിലായി, എൻ്റെ വീട്ടിലാകപ്പാടെ ദാരിദ്ര്യവും മറ്റുള്ളതൊക്കെ വന്നു, ഞാൻ വളരെ കഷ്ടപ്പെട്ടു, എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. അവസാനം ഞാൻ കൃഷ്ണനെ കാണാൻ പോയി, കൃഷ്ണന്റെ അടുക്ക ചെന്ന് ശരിയായില്ല. അപ്പൊ ശിവനെ കാണാൻ ചോദിച്ചു പറഞ്ഞു, ഞാൻ ശിവനെ പോയി കണ്ടു, ശിവൻ എനിക്ക് യാതൊന്നും തന്നില്ല. അവസാനം ഞാൻ വിഷമിച്ചപ്പോൾ ഭാര്യ കയ്യിൽ വെച്ചിരിക്കുന്ന ക്രൂശിത രൂപം കണ്ടു. ഭാര്യ പറഞ്ഞു, ഞാൻ കുറെ കാലമായി മുത്തുകയാണ്, ഇതിന്റെ വെളിച്ചത്തിലാണ് ഇപ്പോഴെങ്കിലും കഞ്ഞുകൂടി നടന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളൊന്ന് മുത്തു എന്ന് പറഞ്ഞു. ഞാനൊന്ന് മുത്തിക്കഴിഞ്ഞപ്പോൾ കേന്ദ്രമന്ത്രി PJ കുര്യൻ സ്പെഷ്യൽ ഓർഡർ ഇട്ട് പിരിച്ചുവിട്ടതിനെ അകത്ത് കയറ്റി. അങ്ങനെ ക്രൂശിത രൂപത്തിന്റെയും കർത്താവിന്റെയും അനുഗ്രഹം എന്നിൽ വേണ്ട പോലെ ചൊരിഞ്ഞു. എന്റെ മകളുടെ കാര്യത്തിൽ ഞാൻ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് അവർക്ക് BSc നഴ്സിംഗിന് അഡ്മിഷനും മന്ത്രി സ്പെഷ്യലായി വിളിച്ചു പറഞ്ഞ് കിട്ടി. ഇതൊക്കെ എഴുതുമ്പോൾ അടിയിൽ മന്ത്രി സ്പെഷ്യലായി വിളിച്ചു പറഞ്ഞ് അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വായിക്കുന്ന മന്ത്രിയാണോ ഇതിലെ ദൈവം എന്ന് ശങ്ക തോന്നുകയും ചെയ്യും. അതുകൊണ്ട് ഇത് അതേപടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇങ്ങനെ ഈ ലൗകികങ്ങളായ സാധനങ്ങളൊക്കെ തന്നാൽ ദൈവമുണ്ട്, മനസ്സിലായെന്നറിയില്ല. ഇങ്ങനെ ഇപ്പൊ കുറെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ലോകത്തുണ്ട്. അവർക്കാർക്ക് മോക്ഷവും വേണ്ട, ജ്ഞാനവും വേണ്ട, ഈ ലൗകികമായ സാധനമൊക്കെ മതി. അത് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ 1.5 ആഴ്ച കഴിയുമ്പോൾ ഈ സാധനത്തോട് മടുക്കും. അപ്പൊ പിന്നെ പുതു വേറെ കൊടുത്തിരിക്കണം. ദൈവത്തിന് ആകെ പണി തെരുവരയിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് മനുഷ്യൻ മടുക്കുന്ന സാധനം ഇതെല്ലാം. ഇവിടെ വന്നിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അടുത്തിരിക്കുന്നവളെ ചൊറിഞ്ഞ് നോക്കി കുറച്ച് കഴിഞ്ഞ് അവളോട് ചോദിച്ചു, എവിടുന്ന് വാങ്ങിച്ച സാരി ഏതാണ്? അതൊരു ഷിഫോണാണ്. ഇതൊക്കെയാണെന്ന് തോന്നുന്നു പുതിയ മോഡൽ. പാലക്കാട് ഇപ്പോൾ ഷിഫോണിന്റെ ആണൊരു ഗോഡൗൺ തുറന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അത് കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് അഡ്വർടൈസ്മെന്റ് ഉണ്ട്. ഷിഫോൺ വളരെ വില കുറച്ച് പകുതി വിലയ്ക്ക് തരുന്നു. ഷിഫോൺ ആന്ധ്രയിലും മദ്രാസിലും അതിന്റെ ഫാഷൻ തീർന്നു. അപ്പൊ അവിടെ ഉപയോഗിച്ച് കഴിഞ്ഞത് വീണ്ടും ഡൗൺ ചെയ്തിട്ട് എത്തിയിട്ടുണ്ട്. ഇനി കേരളീയരെടുക്കും, നാട്ടുകാരുടെ ഗതി. അപ്പൊ ഈ ഷിഫോൺ മേടിച്ചാൽ അത് കൊടുത്ത് 2 ദിവസം ചെത്ത് സ്റ്റൈലിൽ ഗീതാ ക്ലാസ്സിലും യജ്ഞത്തിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കുളിമുറിയുടെ കഥയിലും സോഫയിലും ഒക്കെ കൂട്ടിയിട്ടേക്ക് ആരായിട്ട്. അപ്പൊ ഈ ഭ്രമമൊക്കെ താൽക്കാലികമാണ്. ഈ വിശാല വിശ്വത്തിലെ ദൃശ്യവിന്യാസങ്ങളിലുള്ള ഭ്രമം താൽക്കാലികമാണ്. അത് തന്നവൻ ഈശ്വരനാണെങ്കിൽ ഈശ്വരനും താൽക്കാലികനാണ്. ഹിന്ദുവിന്റെ സനാതനധർമ്മം അത്തരം ഈശ്വരനെ അംഗീകരിക്കുന്നതില്ല. ഈ ദൃശ്യപ്രപഞ്ചത്തിൽ മാറി മാറി വരുന്ന ഭോഗലാലസതകളെ മുഴുവൻ താലോലിച്ചാണ് എനിക്ക് ഈശ്വരൻ കരുണാമയനായി തീരുന്നതെങ്കിൽ ഓടാ ഈശ്വര നിന്നെ വേണ്ടെന്ന് പറയാൻ ചങ്കൂറ്റമുള്ളവനാണ് സനാതനധർമ്മി. മനസ്സിലാവുന്നറിയില്ല. അതാ പൂർവാചാര്യന്മാർ പഠിപ്പിച്ചു. ഞാൻ ചങ്കൂറ്റമില്ലെങ്കിൽ പണിക്കൊന്നും പോകരുത്, ഈ ക്ലാസ്സൊന്നും കേൾക്കരുത്. ദൃശ്യങ്ങൾ ഉണ്ടാക്കാൻ മസിൽ മതി, കാശ് മതി, കുറച്ച് കള്ളത്തരം മതി. ഈ ദൃശ്യപ്രപഞ്ചത്തിൽ എന്തും നേടാൻ അജ്ഞാനം മാത്രമേ ആവശ്യമുള്ളൂ. അതിന് ജ്ഞാനവും ഈശ്വരനും സഹായവും വേണ്ട. അതിനും കൂടെ ഈശ്വരനെ വലിച്ചയക്കാൻ തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാവില്ല. ഈശ്വരൻ ഈ ദൃശ്യവിന്യാസങ്ങൾ തരുന്നവനല്ല. ഈ വിശാല വിശ്വം മുഴുവൻ അതിനിസാരമായി തന്റെ കാൽപാദങ്ങളിലിട്ട് തട്ടിക്കളിക്കുന്ന മഹാപ്രഭുവിന്റെ കാഴ്ചവെട്ടിൽ ചെന്ന് പെട്ടിക്കടല 5 പൈസയ്ക്ക് മേടിക്കാൻ പോകുന്നവൻ നാണക്കെടുവന്നില്ലേ? മഹത്തായ സച്ചിദാനന്ദ സ്വരൂപന്റെ അടുക്കലെത്തിയാൽ ഈ കപ്പലണ്ടിയും കടലയൊക്കെ വാങ്ങിച്ച് ആരെങ്കിലും തിന്നുവോ? പിടിയിട്ടില്ല. സച്ചിദാനന്ദ സ്വരൂപമായ